സലീം, പത്മകുമാറിനെ കൊണ്ടുള്ള പോലീസ് വാഹനം എവിടെ വരെ എത്തി? ഹാഷ്മി, പത്മകുമാറിനെയും കൊണ്ട് കൊല്ലത്ത് വിജിലൻസ് കോടതിയിലേക്കുള്ള ആ സംഘത്തിൻ്റെ യാത്ര ഇപ്പോൾ മംഗലപുരം പിന്നിട്ടിരിക്കുകയാണ്. അത് ആറ്റിങ്ങലിലേക്ക് എത്തുകയാണ്. കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഇതിൽ അടുത്ത ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ കാര്യം. കാരണം റിമാൻഡിലേക്ക് പോകുമോ അതോ നേരിട്ട് കസ്റ്റഡിയിലേക്ക് തന്നെ നൽകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയാണ് വ്യക്തത വരേണ്ടത്. നിലവിൽ എന്തായാലും ഈ നേരിട്ട് റിമാൻഡിലേക്ക് പോവുകയും അതിന് പിന്നാലെ റിമാൻഡിൽ പോയതിന് പിന്നാലെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൂടുതൽ വിവരശേഖരണം നടത്തിയതിന് ശേഷം കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യുക എന്നതായിരിക്കും നിലവിൽ എന്തായാലും അന്വേഷണ സംഘം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഘട്ടത്തിൽ അത് ഉറപ്പു പറയാൻ കഴിയില്ലെങ്കിൽ പോലും കഴിഞ്ഞ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ മുൻപ് നടന്ന 5 അറസ്റ്റുകളിലും സമാനമായ നിലപാടായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലും ആ നിലയിലാകും തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴെന്തായാലും ആറ്റിങ്ങൽ പിന്നിട്ടിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന 6ാമത്തെ അറസ്റ്റാണ് എങ്കിൽ പോലും ഏറ്റവും നിർണായകമായതോ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ളതോ ആയ അറസ്റ്റാണ് പത്മകുമാറിൻ്റേത്. അതുകൊണ്ട് തന്നെ അതിന് ആ ഗൗരവത്തിലാണ് അന്വേഷണ സംഘം എടുത്തിരിക്കുന്നത്. മുൻപെങ്ങും ഇല്ലാത്ത വിധം പോലീസിൻ്റെ സുരക്ഷയോടുകൂടിയാണ് പത്മകുമാറിനെ ഇപ്പോൾ കോടതിയിലേക്ക് ഹാജരാക്കുകയും ചെയ്യുന്നത്. ആ ജാഗ്രത അന്വേഷണ സംഘം കാണിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ നടന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ആ നിലയിലുള്ള ചടുലത പ്രകടമായിരുന്നു. കാരണം പത്മകുമാർ ഏറ്റവും അവസാനമായി അന്വേഷണ അംഗത്തോട് സഹകരിക്കാനും ഒപ്പം തന്നെ ചോദ്യം ചെയ്യലിൽ വിളിപ്പിച്ചിട്ട് അവിടേക്ക് എത്താനും തീരുമാനിച്ചത് ഇന്ന് മാത്രമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ഒഴിവുകഴിവുകളും പറയുകയും ഒപ്പം തന്നെ വലിയ ആത്മവിശ്വാസം, വീട്ടിന് പുറത്തൊക്കെ പോയി നിൽക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസമായിരുന്നു. തനിക്ക് അങ്ങനെ ഒരു നോട്ടീസേ ലഭിച്ചിട്ടില്ല എന്ന് പോലും പല ഘട്ടത്തിലും പറയുകയും ചെയ്തു. ചാനലുകൾ മാത്രമാണ് തനിക്ക് നോട്ടീസ് ലഭിച്ചു എന്ന് പറയുന്നത്. 3 നോട്ടീസ് കിട്ടി എന്ന് ചാനലുകൾ പറയുന്നു. പക്ഷേ അതിൽ വാസ്തവത്തിൻ്റെ കണിക പോലും ഇല്ല എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ നിരത്തിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ പത്മകുമാറിനെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തേക്കാൻ ഉള്ള ഒരു നീക്കം അന്വേഷണ സംഘം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് രാവിലെ തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമ്പോഴും തനിക്ക് അറസ്റ്റ് ചെയ്യപ്പെടില്ല എന്നൊരു വിശ്വാസമായിരുന്നു പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. പക്ഷേ SITയുടെ ചടുലമായ നീക്കം, തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യൽ എന്നിവയ്ക്ക് ഒടുവിലാണ് പത്മകുമാറിന് കുരുക്ക് വീണത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടൊരു പൊളിറ്റിക്കൽ ലീഡർ നേരത്തെ വാസു അറസ്റ്റിലായെങ്കിൽ പോലും അതിനുപോലും ഇത്രയധികം ഈ കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സ്വാധീനത്തിൽ അത്രയധികം ഉയർന്നു നിന്നിരുന്നില്ല. പക്ഷേ പത്തനംതിട്ടയിലെ CPIMൻ്റെ ശബ്ദമായ നേതാവ്, പിണറായിക്കൊപ്പം എല്ലാ കാലത്തും ഉറച്ചു നിന്ന നേതാവ് എന്നതിനും അപ്പുറത്തേക്ക് മുൻ MLA ആണ്, ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റാണ്. അങ്ങനെ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു അറസ്റ്റ് എന്ന നിലയിലാണ് പത്മകുമാറിൻ്റെ അറസ്റ്റിനെ ഇപ്പോൾ കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു 5 മണിക്കൂറിലധികം നീണ്ട പത്മകുമാറിൻ്റെ ചോദ്യം ചെയ്യൽ. ക്രൈംബ്രാഞ്ച് ഓഫീസിലോ അതല്ലെങ്കിൽ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും കേന്ദ്രത്തിലോ അല്ലായിരുന്നു ചോദ്യം ചെയ്തത്. അതിന് പിന്നാലെ ഈ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തതിന് ശേഷമാണ് CPIMൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മുൻ MLA പത്മകുമാറിനെ അറസ്റ്റിലായത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം പത്മകുമാറിന് എതിരാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചതും അന്വേഷണ സംഘം പറയുകയും ചെയ്യുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട പലതവണ കോടതി ഉൾപ്പെടെ പറഞ്ഞതാണ്, നമ്മൾ ഉൾപ്പെടെ പറഞ്ഞതാണ്, പുറത്തു വന്നതൊക്കെ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമെന്നാണ്. ആ അറ്റത്തിലെ ഒരു പ്രധാന കണ്ണി പത്മകുമാർ തന്നെയാണ്. ഇനിയും വലിയ വലിയ പേരുകൾ ഇതിലേക്ക് വരാനുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. പക്ഷേ ഈ മഞ്ഞുമലയുടെ അറ്റത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളിൽ ഒന്നാണ് പത്മകുമാർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അത്ര കോൺഫിഡൻസോട് കൂടിയാണ് അന്വേഷണ സംഘം പത്മകുമാറിന് ഒരു മുൻ MLA ആണ്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉൾപ്പെടെ നടക്കുന്ന, അതിൻ്റെ വിജ്ഞാപനം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ്, പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് അത്തരത്തിലൊരു അറസ്റ്റ്. രാഷ്ട്രീയപരമായി തന്നെ CPIMനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമുണ്ടാക്കുന്ന അറസ്റ്റാണ്. ആ ഘട്ടത്തിൽ പോലും ആ അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റാത്ത വിധമുള്ള തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിക്കുകയും നേരത്തെ അറസ്റ്റിലായ 5 പേരിൽ നിന്നുള്ള മൊഴികൾ ഉൾപ്പെടെ ശേഖരിക്കുകയും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്തു. പത്മകുമാറിനെ കോടതിയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊല്ലം നഗരത്തിൽ കനത്ത സുരക്ഷാ വാർത്ത കൂടി വരുന്നുണ്ട്. പത്മകുമാറിനെതിരെ പ്രതിഷേധമുണ്ടാകുമെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്താണ് സുരക്ഷ. ജഡ്ജിയുടെ വീട്ടിന്റെ പരിസരത്തൊക്കെ സുരക്ഷയുണ്ട്. ജഡ്ജിയുടെ വീട്ടിലേക്കുള്ള വഴികളിലേക്കും നിയന്ത്രണമുണ്ട്. വിജിലൻസ് കോടതിയിൽ ഹാജരാക്കാനുള്ള പോലീസ് സംഘവുമായുള്ള യാത്ര അങ്ങനെ തുടരുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.